നമസ്കാരം. ഞാനിന്ന് പറയാൻ വേണ്ടി വന്നത് നമ്മുടെ ഇൻഫ്ലുവൻസർ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞ് കുട്ടികളെ പറ്റിച്ച ഇൻഫ്ലുവൻസർ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് ഹാക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നുണ പറഞ്ഞിട്ട് അവൻ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. നുണയാണ് പറയുന്നത്, അത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അവൻ തിരിച്ചു വന്നിട്ടുണ്ട്, അക്കൗണ്ട് തിരിച്ചു കിട്ടി, ഞാൻ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളെ കൂട്ടുകാരെ റമീസ് അയച്ചത്, അതിൻ്റെ അടിയിൽ കമൻറ്റ് നോക്കുമ്പോൾ വലിയ വലിയ കോച്ചുമാരും ഇൻഫ്ലുവൻസേഴ്സൊക്കെ തിരിച്ചു വരും പാച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. വളരെ മോശമാണ്. ഈ ഫുട്ബോളിൻ്റെ പേരും പറഞ്ഞിട്ട് ഇത്രയധികം മക്കളെ പറ്റിച്ച ഒരുത്തനെ വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. അതാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഇത്രയധികം മക്കൾ അത്രയധികം തെളിവുകളും കാര്യങ്ങളും നിരത്തിയിട്ട് നിങ്ങൾ വീണ്ടും അവനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഇനി ഇങ്ങനത്തെ വലയിൽ ചെന്ന് ചാടാതിരിക്കുക. കാരണം ഇങ്ങനത്തെ ആളുകൾ ഇത് മാത്രമല്ല, ഇനി ഒരുപാട് ആളുകൾ ഇത് ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനത്തെ വലയിൽ ആരും ചാടാതിരിക്കുക, അതാദ്യം മനസ്സിലാക്കുക. ഇത് എന്താ പറയുക, ഇനി നിങ്ങൾ പൈസ പോയി ഇന്നൊരാൾ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളോട് വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ലാസ്റ്റത്തെ വീഡിയോ ആണ് കാരണം ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറഞ്ഞ് ഇതന്നെ സംസാരിച്ചിരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ദുബായിൽ നിന്ന്, നമ്മളെ കുടുംബക്കാരൻ ദുബായിൽ നിന്നൊരു ഒരു അയച്ചു തന്നിരുന്നു. അവൻ്റെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഇവിടെ ക്യാമ്പ് തുടങ്ങിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് വേറെ ആൾക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ ആളുകളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് പറ്റിക്കലാണ്, ഉടായ്പാണെന്നുള്ളത് ആൾക്കാരൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ കാശൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല കുട്ടികളെ. ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ തരാം മറ്റന്ന് തരാമെന്ന് അവൻ്റെ ഉപ്പ പറയാമെന്നല്ലാതെ ആ കാശൊന്നും കുറച്ച് കിട്ടിയോ ഇല്ലേ ആർക്കും ഒന്നും അറിയില്ല. കിട്ടിയില്ല എന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. ഡേറ്റ് ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ്. അതുകൊണ്ട് ഇനിയുള്ള മക്കൾ ഇത് പെടാതിരിക്കുക. ഇനി എന്ത് പറഞ്ഞാലും അത് എന്ത് വേണമെങ്കിലും വന്ന് പറഞ്ഞോട്ടെ, അത് നിങ്ങളത് കാര്യമാക്കേ വേണ്ട. എന്ത് ട്രയൽസോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും വളരെ സൂക്ഷിക്കുക. ഇനി തട്ടിപ്പിൽ പെടരുത്. ഇനി തട്ടിപ്പിൽ പെട്ടിട്ട് കാശ് പോയിട്ട് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന കോച്ചുമാരും ഇൻഫ്ലുവൻസേഴ്സും ഒന്നും സപ്പോർട്ട് ചെയ്യരുത്. കാരണം അത്രയധികം പിഞ്ചു പൈത മക്കളെ പറ്റിച്ച കാശാണ്. അത്രയധികം മക്കളെ പറ്റിച്ചിട്ട് പിന്നെ നിങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യാറ്. നിങ്ങൾ ഫുട്ബോൾ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ ഫുട്ബോളിൽ പേര് പറഞ്ഞ് പറ്റിച്ച ഒരാളെ നിങ്ങൾ ഫുട്ബോൾ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അത് ഒട്ടും താല്പര്യമില്ല. കാരണം എനിക്കിതിനോട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വിഷയം പറയണില്ല എന്ന് വിചാരിച്ചു, പക്ഷേ അത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇനി മക്കളോ ആരും ഇതിൽ പെടാതിരിക്കുക. അത്ര അധികം അത്ര പെട്ട ആൾക്കാരെ അത് മാറ്റി നിർത്തുക, അവരുമായുള്ള ബന്ധം തന്നെ ഉപേക്ഷിക്കുക. അതാണ് എനിക്ക് പറയുള്ളത്. അപ്പോൾ താങ്ക് യു. ആരും ഇനി ചീറ്റിങ്ങിൽ പെടരുത്, അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.